നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് MP പുറത്താക്കാനുള്ള സ്പീക്കറുടെ തീരുമാനത്തെ വെല്ലുവിളിച്ച് കൺസർവേറ്റീവ് MP റേച്ചൽ തോമസ് ഹൗസ് ഓഫ് കോമൺസ് സ്പീക്കർ ഗ്രെഗ് ഫെഗസിനെ ബുധനാഴ്ച വെല്ലുവിളിച്ചു. MP തന്റെ അഭിപ്രായങ്ങൾ പിൻവലിച്ചതിന് ശേഷവും തന്നെ ചേംബറിൽ നിന്ന് പുറത്താക്കിയതിന് റേച്ചൽ തോമസ് പാർട്ടി സ്പീക്കറുടെ രാജിക്ക് ആഹ്വാനം ചെയ്തു. എന്നാൽ സ്പീക്കർ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് മാധ്യമങ്ങളെ അറിയിച്ചു. അഫോർഡബിലിറ്റിയുടെ കുറവ് മൂലം നല്ലൊരു വിഭാഗം കനേഡിയൻ പൗരന്മാർ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നതായി റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യം വിടുന്ന കനേഡിയന്മാർ 2016 ഏകദേശം 40 ലക്ഷം വരും. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പ്രകാരം ജനസംഖ്യയുടെ ഏകദേശം 14% വരും. പുതിയ പൗരന്മാരെ നിലനിർത്തുന്നതിൽ കാനഡയ്ക്ക് പ്രശ്നമുണ്ട്. 2017 2019 ഇടയിൽ കുടിയേറ്റം 31% വർദ്ധിച്ചതായി മഗിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് കാനഡ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നു. യാത്ര, ജോലി, പഠനാവസരങ്ങൾ എന്നിവയെല്ലാമാണ് കനേഡിയൻ പൗരന്മാരെ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ. വിദേശത്ത് താമസിക്കുന്ന കനേഡിയന്മാരിൽ ശരാശരി 45-നും 55-നും ഇടയിൽ പ്രായമുള്ളവരാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ GTAയിൽ OPP ശ്വാസ സാമ്പിളുകൾ നിർബന്ധമാക്കുന്നു. മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നില്ലെങ്കിൽ പോലും ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ ഏതെങ്കിലും കാരണത്താൽ ബ്രെത്ത് സാമ്പിൾ നൽകാൻ ഓന്റാരിയോ പ്രൊവിൻഷ്യൽ പോലീസ് നിർബന്ധിച്ചാൽ ഡ്രൈവർമാർ ഒന്ന് കരുതിയിരിക്കുക. ഓന്റാരിയോ പ്രവിശ്യ പോലീസ് അധികാരപരിധിയിൽ ട്രാഫിക് നിയമം ലംഘിച്ചുള്ള ഡ്രൈവിംഗ് സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരെ കണ്ടെത്താനും അന്വേഷിക്കാനും OPP ഏറ്റവും ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. കാനഡയിലെ നിർബന്ധിത ആൽക്കഹോൾ സ്ക്രീനിംഗ് നിയമപ്രകാരം മദ്യം കഴിച്ചതായി സംശയമില്ലെങ്കിൽ കൂടിയും ഡ്രൈവർമാർ ശ്വാസ സാമ്പിളുകൾ എടുക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ആവശ്യം ഉടനടി പാലിക്കണമെന്ന് OPP പറഞ്ഞു. കണ്ടെയ്നർ കമ്പനി തങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്നുവെന്ന് മിസിസാഗ നിവാസികൾ. കമ്പനിയിൽ നിന്നുള്ള വലിയ ശബ്ദങ്ങൾ കാരണം രാത്രികാലങ്ങളിൽ തങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് മിസിസാഗയിലെ നിവാസികൾ പരാതിപ്പെട്ടു. ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പ്രവർത്തന സമയം തങ്ങളെയും കുഞ്ഞുങ്ങളെയും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ജനങ്ങൾ പ്രതികരിച്ചു. മിസിസാഗയുടെ ബൈലോകളുടെ നേരിട്ടുള്ള ലംഘനമാണ് ശബ്ദമെന്ന് താമസക്കാർ അറിയിച്ചു. സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നിന്ന് മുനിസിപ്പാലിറ്റികളെ വിലക്കുന്ന പ്രൊവിൻഷ്യൽ ആക്ട് കാരണം ഈ കമ്പനിയെ ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചു. കൂടാതെ സിറ്റി മൊബൈൽ ലൈസൻസിംഗ് ജീവനക്കാർ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു. അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് സിറ്റിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ജോർജിയോസ് ഫെദനോസ് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോണ്ട് സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.